മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ദുര്യോധനൻ. അന്ധനായ ഹസ്തിനപുര രാജാവ് ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും മൂത്ത മകനാണ് ദുര്യോധനൻ. 100 കൗരവ സഹോദരങ്ങളിൽ പ്രധാനിയും ദുശാസനന്റെ ജ്യേഷ്ഠനുമാണ് ദുര്യോധനൻ. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഗാന്ധാര രാജകുമാരനായ ശകുനി ദുര്യോധനന്റെ അമ്മാവനായിരുന്നു. ദുര്യോധനന്റെ ജീവിതത്തിൽ ശകുനിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ശകുനിയുടെ ഉപദേശങ്ങൾ പലപ്പോഴും ദുര്യോധനനെ തെറ്റായ പാതയിലേക്ക് നയിച്ചു. ദുര്യോധനൻ ശക്തനും ധീരനുമായിരുന്നു, പക്ഷേ അഹങ്കാരിയും അസൂയാലുവുമായിരുന്നു. പ്രത്യേകിച്ച് പാണ്ഡവരോട്, പ്രത്യേകിച്ച് ഭീമനോട് ദുര്യോധനന് വലിയ അസൂയയുണ്ടായിരുന്നു. ഭീമന്റെ ശക്തിയും യുധിഷ്ഠിരന്റെ ധർമ്മനിഷ്ഠയും ദുര്യോധനനെ അലോസരപ്പെടുത്തി. പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ ഐശ്വര്യവും മയന്റെ മായാസഭയും ദുര്യോധനനെ കൂടുതൽ അസൂയാലുവാക്കി. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ദുര്യോധനന്റെ ക്രൂരതയുടെ ഒരു പ്രധാന ഉദാഹരണമാണ്. തുടർന്ന് നടന്ന ചൂതുകളിയും അതിലെ വഞ്ചനയും മഹാഭാരതയുദ്ധത്തിന് വഴിതെളിയിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനൻ കൗരവരുടെ പക്ഷത്തുനിന്ന് പാണ്ഡവരുമായി യുദ്ധം ചെയ്തു. ഒടുവിൽ ഭീമനുമായുള്ള ഗദായുദ്ധത്തിൽ തുടയെല്ല് തകർന്ന് ദുര്യോധനൻ മരിച്ചു. ദുര്യോധനന്റെ കഥ അധികാരമോഹം, അസൂയ, ധർമ്മരാഹിത്യം എന്നിവയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒരു പാഠം നൽകുന്നു.